അപ്പോൾ രാഗമാലിക പോലെ തന്നെ രുചിമാലികയാവട്ടെ ഇന്നത്തെ ഭക്ഷണം അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് കാണാം. ഹേമ ഒരു ഹായ് പറയും. ഹേമയാണ് ഞങ്ങളെവിടെ കൊണ്ടുവന്നത്. ഹായ്. വെൽക്കം ഡ്രിങ്കായിട്ട് തന്നിരിക്കുന്നത് പാനകമാണ്. ബാംബൂൻ്റെ ഗ്ലാസ്സാണിത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഞങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണും, അതൊരു രാഗമാലികയാണ്. അതുപോലെ തന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഈ റെസ്റ്റോറൻറ്റ് പേര് തന്നെ ഭയങ്കര യുണീക്കാണ്. എന്താ പേര്? കുഗ്രാമം. കുഗ്രാമം. നമ്മുടെ മലയാളത്തിലെ കുഗ്രാമം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. സ്പെല്ലിംഗ് കുക്ക്, അതായത് COOK ആണ് കേട്ടോ. കുക്ക് ഗ്രാമം. ഇവിടെ ഗ്രാമത്തിലേതായിട്ടുള്ള തനതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ പല പല വിഭവങ്ങളാണ്. നമ്മൾ മില്ലറ്റ്, അതുപോലെ ഗോതമ്പ്, റാഗി, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിക്കാറില്ലേ. അതുപോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വില്ലേജിൻ്റെതായിട്ടുള്ള തനതായ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കലപ്പ. ഇത് യൂണിഫോം കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള യൂണിഫോമാണ്. വെൽക്കം ഡ്രിങ്കായിട്ട് തന്നിരിക്കുന്നത് പാനകമാണ്. ബാംബൂൻ്റെ ഗ്ലാസ്സാണിത്. ചെറിയൊരു ഗ്ലാസ്സാണ് ബാംബൂൻ്റെ. പിന്നെ ഈ സൂപ്പായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മുതിരയില്ലേ, മുതിര വേവിച്ച വെള്ളമാണ്. ടേസ്റ്റ് ഉണ്ടോ? രസം പോലെ ഉണ്ടല്ലേ. ഇതൊരു നടുമുറ്റം പോലെയാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു നടുക്ക്. ഈ തൂണിലൊക്കെ തമിഴ് ലെറ്റേഴ്സ് കുത്തി വെച്ചിട്ടുണ്ട്. ഇത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട മുക്കി കഴിക്കാനുള്ള ഒരു കറിയാണ് ഇത്. ഇത് മുളകിൻ്റെ ഒരു കറിയാണിത്. ഇത് ചുണ്ടൽ, ചട്നി, വട. ഇതാണ് സ്റ്റാർട്ടർ. കൊഴുക്കട്ട അതിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കൂ ശ്രേ. സൂപ്പറാ, നല്ല കറി. ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു പൂ കാണിച്ചു തന്നു. ഇതിൻ്റെ എന്തോ സംഭവമാണിത്. ഓക്കെ, എനിവേ കഴിച്ചു നോക്കാം. അപ്പോൾ ഈ കഞ്ഞി ഒന്ന് കഴിച്ചു നോക്കാം. ഇതെന്താ അറിയോ, നമ്മുടെ കിച്ചടി ഇല്ലേ ശ്രേയ, ഞാൻ ദാൽ കിച്ചടി ഓർഡർ ചെയ്യില്ലേ, അതേപോലെ ഉള്ള റൈസ്, അതായത് കഞ്ഞി, പരിപ്പും അരിയും കൂടെ ഇട്ട്, പൊടിയരിയും കൂടി ഇട്ട് കിച്ചടി പോലത്തെ ഒരു സംഭവം. അതിൽ ഒരു ചട്നിയും കൂടി ഇട്ടിട്ടുണ്ട്. ചട്നി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ്. ചട്നി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഹേമ? ചെറിയ ഉള്ളി, വെള്ളം, വെളുത്തുള്ളി, പുളി എല്ലാം കൂടി ഇട്ടിട്ട് ചട്നി. നല്ല ടേസ്റ്റ്. ബിരിയാണി കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പാത്രത്തിലാണ്. കളിമണ്ണിൻ്റെയാണ് ഈ പാത്രം. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ ഇതെന്താ, ഇപ്പോൾ ബ്രിഞ്ചോൾ കറി ബിരിയാണിയുടെ കൂടെയുള്ള കോമ്പിനേഷനാണ്. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ ആയിരിക്കും. അമ്പോ, എൻ്റെ താലി വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ശരിക്കും ഗ്രാമത്തിലേതായിട്ടുള്ള ഓരോ സംഭവങ്ങളുടെ വിഭവങ്ങളാണ്. ഇത് മില്ലറ്റിൻ്റെ ഉപ്മാവാണ്. മില്ലറ്റിൻ്റെ ഉപ്മാവ്. ഇത് പയറ് മുളപ്പിച്ച കറി.
പിന്നെ കന്യാകുമാരി അവിയൽ, കന്യാകുമാരി ഭാഗത്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് അവിയൽ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലെ ഇരിക്കും, തേങ്ങ അരച്ചിട്ട് വെള്ളം പോലെ ആക്കും. എന്നിട്ട് നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ മഞ്ഞളിടില്ല. അങ്ങനത്തെ അതാണ് വെളുത്തിരിക്കുന്ന അവിയൽ. പിന്നെ തോരനുണ്ട്, ഒരു പരിപ്പുരുണ്ട കറി, അത് നമ്മൾ ചെട്ടിനാട് പോയപ്പോഴും കഴിച്ചിരുന്നു. പിന്നെ രസം, പിന്നെ ഇവരുടെ എപ്പോഴും എന്തിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ സ്പെഷ്യലായിട്ട് തരുന്ന കത്രിക്കയുടെ ഒരു ഗ്രേവി, പിന്നെ സാലഡ്, കായിൻ്റെ തോരൻ, ഇത്രയും സംഭവങ്ങളാണുള്ളത്. നല്ല ഹെവിയാണ്. ചോറ്, കേർഡ് റൈസും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ മസാല പപ്പടം. ഞാൻ ഈ മുളപ്പിച്ച പയറിൻ്റെ കൂടെ ചോറ് കഴിക്കുകയാണ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലുണ്ടാക്കില്ലേ മുഗ്ഗാഹുമ്മാണെന്ന് പറയും നമ്മൾ. ചെറുപയറിൻ്റെ ഒരു കറി ഉണ്ടാക്കും, സെയിം സാധനം. അതിലിച്ചിരി തേങ്ങ അരച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറുപയർ മുളപ്പിച്ചിട്ട് അതിൽ തേങ്ങ അരച്ച് ഉണ്ടാക്കിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മില്ലറ്റും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. മില്ലറ്റിൻ്റെ ഉപ്പുമാവാണ്. ബിരിയാണി പോലെ മസാലയൊക്കെ ഇട്ടിട്ട് വെജ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി പോലെ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവ് നന്നായിട്ട്. അപ്പോൾ ഡെസേർട്ട് വന്നിരിക്കുകയാണ്. റാഗി ലഡു, ബാംബൂ റൈസിൻ്റെ പായസം, ഇത് സേമിയ പോലത്തെ എന്തോ ഒരു സാധനം, എന്താണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാം വെറൈറ്റിയാണ്. ഇത് സേമിയ തന്നെയാണ് ടേസ്റ്റ്. സേമിയയുടെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ അതിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു കേട്ടോ ലഡു, നല്ല ടേസ്റ്റ്. ബാംബൂ റൈസ് പായസം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരോട് ഡെസേർട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്നു. ഒരു രക്ഷയെല്ലാം ഞാൻ കഴിക്കുകയാണ്. ലഡു കൂടെ ട്രൈ ചെയ്ത് നോക്കും. പണ്ട് എൻ്റെ അമ്മ അരി കൊണ്ടുള്ള ഒരു ലഡു ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇത് റാഗിയുടെ ലഡു, ബേസൻ ലഡു ഒക്കെ. ഈ പാത്രം നന്നായിട്ടുണ്ട് കാണാൻ അല്ലേ. ബില്ല് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ബോക്സിനുള്ളിലാണ്. അതിൽ പാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെയാണ് ബില്ല്.